നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാണ് എംബാപ്പെ. ഇതാണ് റയൽ മാഡ്രിഡ് മോഹിച്ച് ആഗ്രഹിച്ച് സൈൻ ചെയ്ത് കൊണ്ടുവന്ന എംബാപ്പെ. എംബാപ്പയാവുന്ന ഒരു പ്രകടനം ഇന്ന് പുറത്തെടുത്തപ്പോൾ ലാസ് പാൽമാസിനെ 4-1 റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിരിക്കുന്നത്. 4-1 എന്നുള്ളത് 7-1, 8-1 ഒക്കെ ആകാമായിരുന്നു. അത്തരത്തിൽ അവർ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. എംബാപ്പയുടെ ഒരു ഗോള്, ബെല്ലിംഗാമിൻ്റെ ഒരു ഗോള്, ഫെഡെ വാൽവർദയുടെ ഒരു ഗോളൊക്കെ ഓഫ് സൈഡിൽ കുരുങ്ങി നഷ്ടമായി പോയി. എങ്കിലും 4-1 തകർപ്പൻ വിജയം. എല്ലാം കൊണ്ടും പോസിറ്റീവാണ് റയൽ മാഡ്രിഡിന്. ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചടുക്കിയ പ്രകടനം റോഡ്രിഗോയും പുറത്തെടുത്തു. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബെർണാബുവിൽ അദ്ദേഹത്തിന് വേണ്ടി സ്റ്റാൻഡിംഗ് ഒവേഷൻ. 399 ദിവസങ്ങൾക്ക് ശേഷം ഡേവിഡ് അലാബ കളിക്കാനിറങ്ങിയതിൻ്റെ ആവേശം വേറെ. അങ്ങനെ പൊളിച്ചടുക്കി 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ ലാലിഗയിലെ റയൽ മാഡ്രിഡ് നിൽക്കുന്നത്. കിലിയൻ എംബാപ്പയുടെ ബ്രേസ് കൂടാതെ ഡയസും റോഡ്രിഗോയുമാണ് അവർക്ക് വേണ്ടി ഓരോ ഗോളുകൾ കൂടി നേടിയത്. സിൽവയിലൂടെയാണ് ലാസ് പാൽമസ് ലീഡ് പിടിച്ചിരുന്നത്. കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സിൽവയിലൂടെ ലാസ് പാൽമാസ് റയലിനെ ഞെട്ടിച്ചു. എന്നാൽ കിലിയൻ എംബാപ്പയും റോഡ്രിഗോയും ബെല്ലിംഗാമും ഡയസും ഒക്കെ ചേർന്ന റയലിൻ്റെ മുന്നേറ്റത്തിന് താണ്ഡവമാടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 18-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കിലിയൻ എംബാപ്പെ ഗോളടി തുടങ്ങി വെച്ചു. 33-ാമത്തെ മിനിറ്റിൽ ഡയസിൻ്റെ ഗോള്, 36-ാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ അടുത്ത ഗോളും പിറക്കുന്നു. ഇടവേള സമയത്ത് റയൽ മാഡ്രിഡ് 3-1 മുന്നിലായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിൽ 57-ാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോയുടെ ഗോൾ പിറക്കുന്നത്. 4-1 റയൽ മാഡ്രിഡ് കളി പിടിക്കുന്നു. അതിനിടയ്ക്ക് എംബാപ്പയുടെ ഒരു ഗോള് ഓഫ് സൈഡിൽ കുരുങ്ങിയിരുന്നു. അതിനുശേഷം പിന്നീട് ബെല്ലിംഗാമിൻ്റെ ഒരു ഗോള്, വാൽവർദയുടെ ഒരു ഗോളൊക്കെ ഓഫ് സൈഡിൽ കുരുങ്ങി നഷ്ടമായി. എന്തായാലും 4-1 കിടിലൻ വിജയം റയൽ മാഡ്രിഡ് സ്വന്തമാക്കിക്കൊണ്ട് 20 കളികളിൽ നിന്ന് 46 പോയിന്റുമായിട്ട് ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. 20 കളികളിൽ നിന്ന് 44 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് രണ്ടാമതും, 20 കളികളിൽ നിന്ന് 39 പോയിന്റുമായിട്ട് ബാഴ്സലോണ മൂന്നാമതുമാണ്. ബാഴ്സയും റയലും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പോൾ 7 പോയിന്റുകളുടേതായി മാറിയിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എംബാപ്പെ ഇതാ ലാലിഗയിൽ 12 ഗോളുകൾ നേടിയിരിക്കുന്നു. റോബർട്ട് ലെവൻഡോസ്കി മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകളുമായിട്ട് നിൽക്കുന്നത്. ലെവൻഡോസ്കിയുടെ പേരിൽ 16 ഗോളുകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.